അപ്പോൾ പ്രമാണം ഒരു 3 ലക്ഷം രൂപക്ക് എൻ്റെ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ടാണ് കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു നിവർത്തിയില്ല, എനിക്ക് ചെറിയ കടയാണ്. പ്രായം 13 ബാദുഷ സ്കൂളിൽ പോയിട്ടില്ല. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ സെറിബ്രൽ പാൾസി രോഗമാണ് കാരണം. ബാപ്പയുടെയും ഉമ്മയുടെയും സംരക്ഷണയിലുള്ള ഇവന് ഇത്രകാലം ചികിത്സ നൽകാൻ കഴിഞ്ഞു. ഇപ്പോൾ നിത്യേനയുള്ള ഫിസിയോതെറാപ്പി വേണം. മരുന്നിനായി ആഴ്ചയിൽ 30,000 രൂപയോളം വേണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഈ സാധു കുടുംബം നട്ടം തിരിയുകയാണ്. എൻ്റെ മോന് തലച്ചോറിന് വളർച്ച കുറവ്, സെറിബ്രൽ പാൾസി എന്നൊരു രോഗം. 2 മാസം കൂടുന്തോറും 50,000 രൂപയുടെ ഇഞ്ചക്ഷനാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് കടത്തിലാണ്. കൊച്ചിന് എപ്പോഴും കഫക്കെട്ടും എല്ലാ പ്രയാസങ്ങളുമാണ്. ഇബ്രാഹിം കുട്ടി റഹിയാനത്ത് ദമ്പതികളുടെ മൂത്ത മകനാണ് ബാദുഷ. 7-ാം മാസമായിരുന്നു പ്രസവം. ആദ്യകാലത്ത് അസുഖം സംബന്ധിച്ച അറിവുണ്ടായിരുന്നില്ല. 1 വയസ്സായിട്ടും ഇരിക്കുവാനും നടക്കുവാനും കൂട്ടാക്കാതെ വന്നതോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു. അന്നു മുതൽ 20-ന് മേൽ ആശുപത്രികളിൽ ചികിത്സ തേടി. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ്. മകനെ വിട്ടുപോകാൻ കഴിയാത്തതിനാൽ വീടിന്റെ ഉമ്മറത്ത് ചെറിയ സാധനങ്ങളുമായി കച്ചവടത്തിനിരിക്കുകയാണ് മാതാപിതാക്കൾ. ഞങ്ങളെ വീട് കളക്ടർ വെച്ചെന്ന് വീടിനാണെങ്കിൽ ഭയങ്കര ചോർച്ച. പിന്നെ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പൈസ ഞാൻ ഇതായിരുന്നു. അപ്പോൾ പ്രമാണം ഒരു 3 ലക്ഷം രൂപക്ക് എൻ്റെ വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ടാണ് കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു നിവർത്തിയില്ല, എനിക്ക് ചെറിയ കടയാണ്. ആ കടയുടെ വരുമാനം കൊണ്ടാണ് ജീവിക്കണം. എന്തോ എല്ലാം കൊണ്ട് കഷ്ടപ്പാടും ദുരിതവും. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ആകെ മെഡിക്കൽ ഷോപ്പിലും കുറേ പൈസകളും ഒക്കെ കടവും 5,000 പൈസയൊക്കെ കൊടുക്കണം. ഒരു നിവർത്തിയില്ല. എല്ലാവരും മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണം. പലരുടെയും കാരുണ്യത്തിലാണ് വീട് നിർമ്മിച്ചത്. ബാദുഷയ്ക്ക് താഴെ 2 പെൺകുട്ടികളാണ്, ഹിദ ഫാത്തിമയും അന്ന ഫാത്തിമയും. അവരുടെ പഠന ചെലവും ബാദുഷയുടെ ചികിത്സാ ചെലവും കണ്ടെത്തണം. പുറമെ വായ്പകളുമുണ്ട്. കനിവുള്ളവർ ഒത്തൊരുമിച്ചാൽ ഈ സാധു കുടുംബത്തിനെ നമുക്ക് കരകയറ്റാം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.